മുംബൈയിൽ വന്നിട്ട് ഇനി മുംബൈ കറങ്ങി കാണാൻ പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ നേരെ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടിയായിട്ടോ. കുറേ നേരം എടുത്തു ഞാൻ വന്നെത്തിയപ്പോൾ തന്നെ. നേരെ പോയത് താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തി തന്നു അവർ. ഞാൻ പിന്നെ കുറച്ച് നേരം താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് താജ് ഹോട്ടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. കാര്യം ഞാൻ ഇതിനു മുമ്പേ കോളേജിൽ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഭംഗിയൊന്നുമില്ല, അത് പെട്ടെന്ന് കണ്ടിട്ട് പോകൂലേ. അങ്ങനെ നേരെ പിന്നെ കാണാൻ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് അവിടെ നമ്മൾ അകത്ത് കയറ്റിയില്ല കേട്ടോ. പണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറ്റി എക്കോ ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ പറയുന്നതൊക്കെ തിരിച്ചു പറയായിരുന്നു. പിന്നെ നരിമാൻ പോയിന്റിലോട്ട് നടന്നു. ഞാൻ വന്ന ദിവസം മുതൽ ഇവിടെ ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. പിന്നെ നേരെ പോയത് ഫാഷൻ സ്ട്രീറ്റിലേക്കാട്ടോ. ഞാൻ ഉദ്ദേശിച്ച കണക്ക് അത്ര വലിയ ഫാഷൻ സ്ട്രീറ്റൊന്നും അല്ല, എന്നാലും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അവിടെ അവർ പറയുമ്പോൾ റേറ്റൊക്കെ തോനെ പറയും. നമ്മൾ ബാർഗെയിൻ ചെയ്ത് എടുക്കണം. 1000-2000 ഒക്കെ പറയുന്ന സാധനങ്ങൾ നമുക്ക് 300 രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിലും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കാം. അവിടെ നിന്നപ്പോഴായിരുന്നു ഈ ട്രെയിനിലൊന്ന് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചാൽ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. എൻ്റെ പൊന്നി, നമ്മുടെ പോലെയല്ല, അപാര തിരക്കായിട്ടോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ. നിന്ന് കൊടുത്താൽ മതി, നമ്മളെ അവരങ്ങ് കൊണ്ടുപോയിക്കോളും. ട്രെയിനിൽ കയറിയപ്പോൾ ഒടുക്കലത്തെ തിരക്ക്. എനിക്ക് സ്റ്റേഷൻ എത്തിയിട്ട് ഞാൻ എങ്ങനെ ഇറങ്ങിയെന്ന് പോലും അറിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു മുംബൈ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ട്